ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ദൂത് ഹൃദയത്തിന് വിടുതലായി, ആശ്വാസമായി, സമാധാനമായി, പ്രത്യാശ വർദ്ധിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൂത്. ആ ബലഹീനമായ പാത്രമായ ജീവിതം ജന്മന മുടന്തനായ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ട് സൗഖ്യം പ്രാപിച്ചപ്പോൾ കണ്ടു നിന്ന ജനം പറയാൻ, ഇത് ഒരു വിസ്മയമാണ്, ഇത് സാധാരണമല്ല, ഇത് ഒരു വിസ്മയമാണ്. ദൈവത്തിൻ്റെ അതിശക്തമായ ദൂത്. ദൈവത്തിൻ്റെ വൈതലേ, ഇപ്രകാരം ഒരു വിസ്മയമാക്കുന്ന ദൈവപ്രവൃത്തി കൂടാരത്തിൽ വെളിപ്പെടുവാൻ സമയമായി. ഏത് അവസ്ഥയിൽ നിന്ന് ഏത് സ്ഥിതിയിലേക്ക് വരുമ്പോഴാണ് വിസ്മയമായി മാറുന്നതും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും നടക്കുവാൻ യാതൊരു സാധ്യതകളും ഇല്ലാത്തപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയാൽ ആ വിഷയത്തിന് മാറ്റം വരുമ്പോൾ, ആ സ്ഥിതിക്ക് ഭേദം വരുമ്പോൾ, ആ തലത്തിൽ നിൽക്കുന്ന അവസ്ഥയാ വിസ്മയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ. ഇപ്രകാരം മനുഷ്യരാൽ കഴിയാത്ത കാര്യങ്ങളുടെ ഒരു സ്ഥിതിയിലാണോ ജീവിതം? മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്ത, മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ ചലിക്കാത്ത അനുഭവങ്ങളാണോ ജീവിതത്തിൻ്റെ മേഖലയിൽ ഉള്ളത്? നിശ്ചയമാണ് ആ വിഷയം ഒരു വിസ്മയമാക്കി കർത്താവ് തീർത്തിരിക്കും. മറ്റുള്ളവർ പറയാൻ പോവാ, ഇതൊരു വിസ്മയമാണ്. കാരണം ഇത് ദൈവശക്തിയാലാ ഈ സ്ഥിതിക്ക് മാറ്റം വന്നത്. ദൈവശക്തിയാലാ ഈ സ്ഥിതിക്ക് വലിയ വ്യത്യാസം വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ ആഴമായി ഈ ദൂത് പകരുക. പലരും ഇവനെ മുമ്പിരുന്ന അവസ്ഥ കണ്ടിട്ടുണ്ട്, ഇവൻ്റെ സ്ഥിതി അറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥിതിയിലേക്ക് മാറുവാൻ കാരണം ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് ജനം ഉറപ്പിക്കത്തക്ക നിലയിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ സാക്ഷ്യം, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ദേശത്ത് പകരത്തക്ക നിലയിലുള്ള വിടുതൽ, ഒരു വിസ്മയത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് അയച്ചതുപോലെ കൂടാരത്തിൽ ഇതാ ഒരു ദൈവശക്തി വെളിപ്പെടുവാൻ സമയമായി. ആ വിഷയത്തിൽ ദൈവശക്തി ഇറങ്ങുവാൻ സമയമായി. ഒരു വ്യക്തിയെ കർത്താവ് തൊട്ടാൽ നിശ്ചയം ആ മനുഷ്യൻ, ആ വ്യക്തി ഒരു വിസ്മയമായി മാറിയിരിക്കും. കർത്താവ് ഒരുവനെ വിളിച്ചിറക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം ഒരു വിസ്മയമായി മാറിയിരിക്കും. ഇന്ന് സമൂഹത്ത് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു കാലഘട്ടം ആ ബലഹീന മനുഷ്യനുണ്ടായിരുന്നു, ആ മുടന്തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മനുഷ്യൻ കൊടുത്തത് മുഴുവൻ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും വില കുറഞ്ഞത് മനുഷ്യൻ്റെ കരുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് കൊടുത്തത് വിസ്മയമാക്കുന്ന ഒരു ദൈവപ്രവൃത്തിയായിരുന്നു. ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളതാ ദൈവം കൊടുത്തത്. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ദൂത് പറയുന്നു. ദൈവം തരുന്നത് ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് തരാൻ പോവാ, ഏറ്റവും വിലയേറിയത് തരാൻ പോവാ. അപ്രകാരമുള്ള നന്മയുടെ വഴികൾ സ്വർഗമിതാ വെളിപ്പെടുത്താൻ പോകുന്നു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരുന്നവനെന്ന് ജനം പറയുമ്പോൾ ഇപ്പോൾ അവനെ കാണുന്നത്
എവിടെ വെച്ച്? ഇപ്പോൾ അവനെ കാണുന്നത് ഏത് സ്ഥിതിയിൽ? ദൈവത്തിൻ്റെ പൈതലേ, ഇതുപോലെ സ്ഥിതിക്കൊരു വ്യത്യാസത്തിലേക്ക് വരാൻ പോവാം. ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരിക്കുന്ന മനുഷ്യനെ കണ്ടവർ ഇപ്പോൾ കാണുന്നത് വ്യത്യസ്തമാ. ഇപ്പോൾ അവരുടെ കാഴ്ചയ്ക്ക് അവനൊരു വിസ്മയമാ, അവനൊരു ആശ്ചര്യമാ. വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, തലമുറ ദൈവം ഇതുപോലെ ഒരു വിസ്മയമാക്കി തീർക്കും. കുടുംബത്തെ ദൈവം ഒരു വിസ്മയമാക്കി തീർക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യാദികളുടെ മേൽ ദൈവശക്തി വെളിപ്പെട്ടു വരുമ്പോൾ നിശ്ചയവ ഒരു വിസ്മയമായി അത് മാറിയിരിക്കും. ആ തലത്തിലാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന, ആ തലത്തിലാ ദൈവത്തിൻ്റെ കരം ചാഞ്ഞിറങ്ങാൻ പോകുന്ന. ഇന്ന് ദൂത് അതിശക്തമായി പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയ ആലോചന എന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണ്, എൻ്റെ തലമുറയോടാണ്. അപ്രകാരം വിശ്വസിക്കാൻ പറ്റുമോ? വചനം ഏറ്റെടുക്കാൻ പറ്റുമോ? നിശ്ചയവാ ഒരു വിസ്മയം നടന്നിരിക്കും. ആ പ്രശ്നം, ആ വിഷയം ഒരു വിസ്മയമാക്കി ദൈവം തീർക്കും. ആ നിലയിൽ കർത്താവിത അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവം സഹായിക്കാൻ പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട ദൂത് പോലെ ഇന്ന് വില കുറഞ്ഞ സ്ഥലത്ത്, വില കുറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ദൈവം വിസ്മയമാക്കി തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ടെ. വിഷയങ്ങളിലേക്ക് ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. അടഞ്ഞ വാതിന്മേൽ ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഭുജം ഇപ്പോൾ കുടുംബങ്ങളെ, തലമുറകളെ തൊടുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്ഥിതിക്ക് അസാധാരണമായ വ്യത്യാസങ്ങളുണ്ടാകട്ടെ, അസാധാരണമായ വ്യതിയാനങ്ങളുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. സൗഖ്യങ്ങൾ നടക്കട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്ന വചനപ്രകാരം ചില ജീവിതങ്ങളുടെ മേൽ കർത്താവ് സൗഖ്യം അയക്കുന്നതിനായി സ്തോത്രം, വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.